ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ വി ഫോർ ബ്രൈഡ്സ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വെജ് പീലാണ്. വെജ് പീൽ എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ മുഖത്തുണ്ടായ പിമ്പിൾസ് ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമുള്ള ബ്ലാക്ക് ഷെയ്ഡ്സ് ഒക്കെ മാറാൻ നമുക്ക് വെജ് പീല് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന ജോവീസിൻ്റെ വെജ് പീലാണ്. അപ്പം നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ജോവീസിൻ്റെ വെജ് പീൽ പൗഡർ എടുക്കുക. അതിനകത്തേക്ക് നമുക്കൊന്ന് എഗ് വൈറ്റോ അല്ലെങ്കിൽ മിൽക്കോ ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന എഗ് വൈറ്റ് ആണ്. അതൊരു സ്ക്രബ്ബ് പോലാണ് ഈ വെജ് പീലിൻ്റെ പൗഡർ വരുന്നത്. അപ്പം നന്നായിട്ട് ആ എഗ് വൈറ്റുമായിട്ട് ഞാനത് മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ, നമ്മുടെ കസ്റ്റമറുടെ ഫേസ് നന്നായിട്ട് പിമ്പിൾസ് ഉള്ള ഫേസാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കസ്റ്റമറുടെ ഫേസിൽ ക്ലെൻസ് ചെയ്യുക, നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ അത് റിമൂവ് ചെയ്യുക. ഒരു ഡീപ്പ് ക്ലെൻസ് കൊടുക്കുന്നത് നന്നായിരിക്കും. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് വെജ് പീല് ആഡ് ചെയ്യാം. വെജ് പീല് നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇതിപ്പോൾ നമ്മുടെ കസ്റ്റമറിന് ഫുള്ള് നമ്മൾ വെജ് പീല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് റിസൾട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം വെയിറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ റോസ് വാട്ടർ വെച്ചൊന്ന് സ്പ്രേ ചെയ്യുകയാണ്. സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ചെറിയ രീതിയിൽ റൗണ്ട് മസാജ് കൊടുത്താണ് നമ്മൾ ഇത് റിമൂവ് ചെയ്യുന്നത്. ഒരു കാരണവശാലും നമ്മൾ ഈ റൗണ്ട് മസാജ് കൊടുക്കുമ്പോൾ പതിയെ തന്നെ ചെയ്യുക. ആ പിമ്പിൾസിനൊന്നും ഒരു പൊട്ടലോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ ചെറിയ രീതിയിലൊരു റൗണ്ട് മസാജ് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യാം. പിമ്പിൾസ് നമ്മളെപ്പോഴും കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അത് മസാജ് കൊടുത്തതിന് ശേഷം കസ്റ്റമറുടെ മുഖത്തുനിന്ന് നമ്മൾ വെജ് പീല് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ എന്ത് വ്യത്യാസമാണെന്ന് കസ്റ്റമറുടെ മുഖത്ത് വരുന്നത്. നന്നായിട്ട് ഒരു ഗ്ലോ വരുന്നുണ്ട് മുഖത്ത്. അത് തന്നെയുമല്ല, ഇനി അങ്ങോട്ട് നമ്മൾ ഇത് കൺട്രോൾ ചെയ്ത് പിമ്പിൾസ് കൺട്രോൾ ചെയ്ത് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം കസ്റ്റമറുടെ ഫേസിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.